എസ്ഡിപിഐയുമായി സഹകരിക്കുന്നതിന്റെ അപകടം മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ഘടകത്തെ ബോധ്യപ്പെടുത്തുമെന്ന യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. എസ്ഡിപിഐയുമായി തമിഴ്നാട്ടിൽ സഹകരിക്കുന്നത് മുന്നണിയുടെ വിശാല താൽപര്യപ്രകാരമാണ്. തീവ്ര മതസംഘടനകളോട് ഒരു സന്ധിയുമില്ല എന്നാണ് പാർട്ടി നിലപാടെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എസ്ഡിപിഐയുമായി ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ എസ്ഡിപിഐയുമായി CPM ധാരണയിലാണ് എന്നുള്ള വലിയ ആരോപണം ഈ ഘട്ടത്തിൽ ലീഗും UDF ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ലീഗും SDPIയും CPM എല്ലാം ഒരു മുന്നണിയാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് തീവ്രവാദ സംഘടനയോട് ഒരു സന്ധിയില്ലാ സമരം, കാരണം വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ്. തമിഴ്നാട്ടിലില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഇപ്പം ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ നിലപാട് അതാണ്. കേരളം എന്നുള്ളത് എപ്പോഴും ഒരു മാതൃകയാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഇപ്പോൾ SDPIയോടുള്ള ഒരു നിലപാട് ലീഗ് ശക്തമായി നേരത്തെ തന്നെ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഇപ്പോഴും ലീഗ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തി അതിൻ്റെ അപകടം മനസ്സിലാക്കി കൊടുക്കുക എന്നത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതിന് ഞങ്ങൾ മുന്നിലുണ്ടാവും എന്നുള്ളത് പിന്നെ ഈ സമയത്തും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ലീഗിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ സ്വാധീനമില്ല. ലീഗിന് സ്വന്തം ആശയ അടിത്തറയുണ്ട്. മുസ്ലിം ലീഗ് മതസംഘടനയല്ല, രാഷ്ട്രീയ കക്ഷിയാണ് എന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗിന്റെ സൈദ്ധാന്തിക അടിത്തറ ആ മട്ടിൽ പൊളിഞ്ഞു തുടങ്ങി. ഇത് ശക്തി ആർജിക്കുന്നുണ്ട്, കൂടുതൽ സീറ്റുകളിൽ വിജയിക്കും. പക്ഷേ അതിനിപ്പോൾ അടിസ്ഥാനമാകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ അടിത്തറയാണ് എന്നുള്ള ആരോപണത്തെ എങ്ങനെയാണ്? അല്ല, അതിനൊക്കെ ആളുകൾ മുസ്ലിം ലീഗിന് അതിൻ്റെതായ പ്രത്യയശാസ്ത്രമുണ്ട്. നമുക്ക് നമ്മുടേതായ ആദർശവും ആശയമൊക്കെ ഉണ്ട്. നമ്മൾ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ആശയം നമുക്ക് അതിൽ ഉള്ളിലേക്ക് തിരികെ കയറ്റേണ്ട ആവശ്യമില്ല. അവരും ഈ ഒരു സമുദായത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് ആശയപരമായ സ്വാതന്ത്ര്യം, അവരുടെ ആശയം അവർ ആശയപരമായി തന്നെ അവർ ഉൾക്കൊണ്ട് പോകുന്നു. മുസ്ലിം ലീഗ് ഒരു മതസംഘടനയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിലും അവകാശങ്ങൾക്ക് വാദിക്കുന്നതിലും മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് മാത്രമേ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കും. സാദിഖ് അലി തങ്ങൾക്കെതിരായ വിവാദ പ്രചാരണം നടന്നപ്പോൾ CPIയും രാഷ്ട്രീയ മാന്യത കാട്ടി. CPIയും അടക്കം രാഷ്ട്രീയ പാർട്ടികൾ വിവാദം രാഷ്ട്രീയ ആയുധമാക്കിയില്ല. KT ജലീലും A വിജയരാഘവനുമടക്കം ആ സമയത്ത് പിന്തുണയുമായി എത്തിയെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ CPMൻ്റെയും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ മാന്യത ഞാൻ വളരെയധികം നല്ല രീതിയിൽ മാന്യത കാണിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് CPMോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരും പിന്നെ പാണക്കാടിൻ്റെ പവിത്രതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തന്നെ അതോടൊപ്പം നിന്നു എന്നുള്ള. ഇപ്പോൾ KT ജലീലിൻ്റെ പോസ്റ്റ് വന്നു, അതുപോലെ ഇവൻ CPMിലെ വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ അതുമായി പ്രതികരിച്ചു. അപ്പോൾ ഞാനത് അത് തുടക്കത്തിലൊരു പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള സംശയം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, ഇതിപ്പോൾ SDPI ബന്ധം അപകടം, ആ അപകടം മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ഘടകത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ പക്ഷേ ലീഗിൽ ഇപ്പോൾ പല തട്ടുകളിലായി ആളുകൾ ഈ വിഷയത്തിൽ നിലകൊള്ളുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം തൊട്ട് മുൻപത്തെ മണിക്കൂറുകളിലാണ് PMA സലാം പറഞ്ഞിരിക്കുന്നത് ആരുടെ വോട്ടും സ്വീകരിക്കും. അത് ഈ SDPI വോട്ട് സ്വീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആരുടെ വോട്ടുകളും സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ SDPI അപകടം, ആ ബന്ധം അപകടമെന്ന് മുനവർ അലി പറയുന്നു. അതേസമയം PMA സലാം മറ്റൊരു നിലപാടെടുക്കുന്നു. നിലവിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനെ വിശദീകരിച്ച് വലയുകയാണോ സത്യത്തിൽ മുസ്ലിം ലീഗ്? തീർച്ചയായും വോട്ട് വേണ്ട എന്നുള്ള ഒരു നിലപാട് പൊതുവെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം മഞ്ചേശ്വരത്തും മറ്റ് വിവിധ മണ്ഡലങ്ങളിലും SDPIയുടെ വോട്ട് വേണ്ട എന്ന ഒരു നേതാക്കളും നേരിട്ടിപ്പോൾ പറയുന്ന ഒരു ഘട്ടമില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ സംബന്ധിച്ചോളം. പക്ഷേ മുനവർ അലി തങ്ങളും ഈ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലല്ല, ഈ പ്രധാനമായും SDPIയുമായുള്ള സഹകരണം വേണ്ടതില്ല എന്നുള്ള ഒരു കടുത്ത നിലപാട്, അതായത് VD സതീശനും മറ്റും ഉന്നയിക്കുന്ന അതേ ഒരു അഭിപ്രായം തന്നെ കുറച്ചുകൂടി ശക്തമായി തന്നെയാണ് മുനവർ അലി തങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ മത ഭീകരവാദ സംഘടനകൾ എന്നുള്ള ഒരു തീവ്രമത സംഘടനകൾ എന്നുള്ള ഒരു വാക്കാണ് മുനവർ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് SDPയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള സംഘടനകളോട് ഒരു സന്ധിയുമില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. മാത്രമല്ല, ഈ തമിഴ്നാട്ടിലടക്കം സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എടുത്തു ചോദിക്കുമ്പോഴാണ് പറയുന്നത് തമിഴ്നാട്ടിലടക്കം അത് ഒരു വിശാല മുന്നണിയുടെ ഭാഗമായിട്ടാണ് അവിടെ സഹകരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അപകടം ബോധ്യപ്പെടുത്താൻ മുസ്ലിം ലീഗ് കേരള ഘടകം ഇതുമായി ബന്ധപ്പെട്ട് ശ്രമിക്കും. അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം പറയുന്നു. അതായത് കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും SDPയുമായി സഹകരിക്കുന്നത് അത് അപകടകരമായ ഒരു സാഹചര്യം വരുത്തുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഏതായാലും മുനവർ തങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള സഹകരണം അത് തടയപ്പെടേണ്ട സഹകരണമാണ് എന്നുള്ള ഒരു അഭിപ്രായം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതേസമയത്ത് തന്നെ മറ്റ് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും സമസ്ത അടക്കമുള്ള സംഘടനകളുമായി വിശദമായി സംസാരിക്കുന്നുണ്ട്. അവരുമായി നിലവിൽ ഒരു ആശയ ഭിന്നതയില്ല എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം എടുത്തു ചോദിച്ചൊരു കാര്യമായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ സ്വാധീനം ലീഗിൽ ഉണ്ട് എന്നുള്ള വിമർശനങ്ങളോടുള്ള പ്രതികരണം. അത് ഒരു സമുദായ സംഘടന എന്ന നിലയിലുള്ള സഹകരണമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിൽ അടക്കമുള്ള സമയത്ത് അവരുമായി തുടർന്ന് വരുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഘടനകളുടെ ആശയ അടിത്തറ മുസ്ലിം ലീഗ് കടമെടുക്കുകയോ അത് ആശയമായി സ്വീകരിക്കുകയോ ചെയ്യുന്ന സാഹചര്യമില്ല എന്നും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അത് മറ്റ് ചില ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ള കാര്യവും സ്വാഭാവികമായും മുനവർ തങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പമാണ് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ വലിയ രാഷ്ട്രീയ വിവാദം ആയിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാലക്കാട് കുടുംബത്തെ സംബന്ധിക്കുന്ന ഒരു ആരോപണമായിരുന്നു. അത് സാദിഖ് അലി തങ്ങൾക്കെതിരായിട്ടുള്ള ചില വിവാദ പ്രചാരണം നടന്നപ്പോൾ അത് CPM നേതാക്കൾ കാണിച്ച രാഷ്ട്രീയ സമീപനത്തെ അദ്ദേഹം വലിയ രീതിയിൽ പ്രശംസിച്ച് സംസാരിക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. അത് സ്വാഭാവികമായും അത്തരത്തിൽ അതൊരു രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ CPM നേതാക്കൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് KT ജലീലാണെങ്കിലും A വിജയരാഘവനാണെങ്കിലും അത് അവർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുകയും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കാൻ കഴിയുന്നൊരു വിഷയമായിരുന്നു. പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കാതെ പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തന്നെ അതിനോട് രാഷ്ട്രീയ മര്യാദ കാണിച്ചുകൊണ്ട് പ്രതികരിച്ചു എന്നുള്ള കാര്യം കൂടി എന്തായാലും അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. മറ്റ് നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിമുഖത്തിൽ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം 6:45 തന്നെ നമുക്കത് വിശദമായ ഒരു അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശ്യാമിലി. ശരി.